നമ്മളൊരാൾക്ക് മെസ്സേജ് അയച്ചിട്ട് അവർ റിപ്ലൈ തരാൻ വൈകുമ്പോൾ അവർ നമ്മളെ മനഃപൂർവ്വം അവഗണിക്കുകയാണ് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു കൂട്ടാറില്ലേ? ഇല്ലേ? നമ്മുടെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബ്രെയിൻ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടേയിരിക്കും. ഇതുപോലെ പണ്ട് നമുക്ക് റെസ്പോൺസ് തന്നില്ല, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മിണ്ടിയപ്പോൾ ഒരു മൂഡ് ഓഫ് പോലെയാണ് എന്നോട് സംസാരിച്ചത്, ഇങ്ങനെയുള്ള കഥകൾ മേഞ്ഞുകൊണ്ടേയിരിക്കും. സോ യഥാർത്ഥത്തിൽ ഒരു തിരക്കിൽ പെട്ടതായിരിക്കും എന്ന ലളിതമായ സത്യം നമ്മുടെ ബ്രെയിൻ മറന്നു കളയും. സോ എന്താണ് നമ്മൾ ആദ്യം ചിന്തിച്ചത് അതിനെ സത്യമാണെന്ന് വരുത്തി തീർക്കാൻ ഇങ്ങനെ ബ്രെയിൻ കുറേ കഥകൾ മേഞ്ഞുകൊണ്ടേയിരിക്കും, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സൈക്കോളജിയിൽ കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടുപോകുമ്പോൾ നമ്മുടെ ആദ്യത്തെ നിഗമനത്തെ മാത്രം വിശ്വസിക്കാതെ നമ്മുടെ ചിന്തിക്കുന്ന പാറ്റേൺ മാറ്റാൻ ശ്രമിക്കുക. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, ഞാൻ സത്യത്തിൻ്റെ കൂടെയാണോ അതോ ഞാൻ ഇഷ്ടപ്പെടുന്ന സത്യത്തിൻ്റെ കൂടെയാണോ? പലപ്പോഴും ഒരു ആൾക്ക് പ്രതികരിക്കാതിരിക്കാൻ നിരവധി കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ അവൾ നമ്മുടെ അടുത്ത് വന്നിട്ട് യഥാർത്ഥ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നിപ്പോകും നമ്മൾ വെറുതെ സമയം കളഞ്ഞു, ചിന്തിച്ചു കൂട്ടി സമയം കളഞ്ഞു എന്ന്. സോ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചിന്തിക്കുന്ന പാറ്റേൺ അല്ലെങ്കിൽ രീതി മാറ്റുക. പല സാധ്യതകളും തുറന്ന മനസ്സോടെ കാണാൻ ശ്രമിക്കുക. സോ ഇതിലൂടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അനാവശ്യമായ നിഗമനങ്ങളും തെറ്റായ കൺക്ലൂഷൻസിലെത്താതെ ശരിയായ കാരണങ്ങൾ തേടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അടുത്ത തവണ ഒരു തീരുമാനം എടുക്കുമ്പോൾ സ്വന്തം മനസ്സിനോട് ചോദിച്ചു നോക്കൂ, മാറ്റം കാണാം. സോ കൂടുതൽ സൈക്കോളജിക്കൽ അറിവിനായി ഈ പേജ് ഇപ്പം തന്നെ ഫോളോ ചെയ്യും. ടാറ്റാ.